അപ്പോൾ എങ്ങനെയാ ഹലാക്കിൻ്റെ അവലും കഞ്ഞി. ഇന്ന് നമ്മൾ വാടി ഹാർബറിലാട്ടോ ഇന്ന് പോകുന്നത്. ഇന്ന് നമ്മൾ കൊല്ലം ബീച്ചിൻ്റെ അടുത്തുള്ള വാടി ഹാർബറിലാട്ടോ നമ്മളിന്ന് നെമ്മീൻ നോക്കി പോവുകയാണ് കേട്ടോ. നമ്മളങ്ങനെ നെമ്മീൻ നോക്കി കടാപ്പുറമൊക്കെ കണ്ടിരുന്നപ്പോൾ ദേ വന്നിരിക്കുന്നു നെമ്മീൻ. പക്ഷേ ആ നെമ്മീൻ നമ്മൾ നോക്കി വന്ന് ലേലം വിളിക്കാറായപ്പോൾ വേറൊരു ചേട്ടൻ വന്നു ആ നെമ്മീൻ കൊണ്ടുപോയി ഗൈസ്. അങ്ങനെ നമ്മളെ നെമ്മീന് വേണ്ടി നമ്മൾ കാത്തു നിന്നു. ഇപ്പോൾ വരൂ നമുക്ക് വിധിച്ചത് എങ്ങനെയാണെങ്കിലും നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും. അങ്ങനെ നോക്കിയപ്പോൾ ദേ വന്നിരിക്കുന്നു നമുക്കുള്ള നെമ്മീൻ. അപ്പം തന്നെ കയറി വിളിച്ചു ഗൈസ്. ലേലം വിളിച്ചു. ഒരു ലേലമൊക്കെ സെറ്റായി. ഒരു 940 തോന്നുന്നു കിലോയ്ക്ക്. അതിന് വിളിച്ചു. അപ്പോൾ തന്നെ നമ്മൾ ഓക്കെ ആയി, സെറ്റായി, ക്യാഷൊക്കെ കൊടുത്ത് റെഡിയാക്കി നമ്മളെ നെമ്മീൻ നമ്മൾ ദേ കൊണ്ടുപോവുകയാണ് ഗൈസ്. കമോൺ. ദേ മീനെടുത്തു. നമ്മൾ ദേ വീട്ടിലേക്ക് ഫിഷ് സ്റ്റാളിലേക്ക് കൊണ്ടുപോകുന്നു. നമുക്കത് ഫിഷ് കട്ട് ചെയ്യണ്ടേ. അങ്ങനെ ദേ ഫിഷ് സ്റ്റാളിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന വഴിക്ക് എനിക്കൊരാഗ്രഹം, എനിക്ക് ആ മീനൊന്ന് എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ നൈസിന് എടുത്തു നോക്കി. അയ്യോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നൈസിന് അങ്ങ് തിരിച്ചു കൊടുത്തേക്കാം. തിരിച്ചു കൊടുത്തു. നമ്മൾ ദേ അത് കൊണ്ട് കട്ട് ചെയ്യണ്ടേ. കട്ട് ചെയ്യാനുള്ള സ്റ്റാളിലേക്ക് പോയി. സ്റ്റാളിൽ പോയി ദേ ആ ചേട്ടൻ എന്ത് നൈസായിട്ട് മുറിച്ചെടുക്കുന്നു. എന്ത് ഭംഗി കാണാൻ. അപ്പോഴത്തേക്ക് ദേ നോക്കി ചേട്ടൻ കഥയൊക്കെ പറഞ്ഞു കേട്ടോ. മുറിക്കുന്നത് സംഭവം എന്താണെന്ന് അറിയാം. ഈ മീനിനൊരു മുച്ചിറിയുണ്ട്. ആ മുച്ചിറി അപ്പം ഞാൻ ചോദിച്ചു ചേട്ടാ മുച്ചിറി ഉണ്ടെങ്കിൽ മീനിന് ടേസ്റ്റ് അറിയോ? ഇല്ല മോളെ, ടേസ്റ്റ് ഒന്നും അറിയത്തില്ല. അങ്ങനെ ദേ അലുവ മുറിക്കുന്നത് കണക്കായി ചേട്ടൻ ദേ മീൻ മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്ത് കൂളായിട്ടാണ് മുറിക്കുന്നതെന്ന് നോക്കി. എനിക്ക് ഭയങ്കര ടാസ്ക് കേട്ടോ മീൻ മുറിക്കുന്നത്. അങ്ങനെ എത്ര പീസ് വേണം മോളെ കറിക്കെന്ന് ചോദിച്ചു. നമ്മൾ പറഞ്ഞു കറിക്ക് വേണം, പിന്നെ ഒരു 20 പീസ് നമ്മൾ ആ ഫിഷ് ഫ്രൈക്കായി മാറ്റിക്കോളാൻ പറഞ്ഞു. അങ്ങനെ 20 പീസ് നമ്മൾ എണ്ണി ദേ ഫിഷ് ഫ്രൈക്കായിട്ട് മുറിച്ച് മാറ്റി കേട്ടോ. പിന്നെ തല വേറെ, നമ്മൾ കറിക്കുള്ളത് വേറെ, അങ്ങനെയാണ് 3 സെറ്റായിട്ട് കേട്ടോ മുറിച്ച് തന്നത്. അങ്ങനെ അടിപൊളിയായിട്ട് ചേട്ടൻ ദേ മീനൊക്കെ മുറിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നു കേട്ടോ. അങ്ങനെ ചേച്ചി അതെല്ലാം പറക്കി ദേ കവറിൻ്റെ അകത്തിട്ട് നമ്മൾ ദേ വീട്ടിൽ വന്നു. നമ്മൾ കറി വെക്കാനുള്ള പരിപാടികൾ നോക്കിയാണത്. തല വേറെ, കറിക്കുള്ളത് വേറെ, ഫ്രൈക്കുള്ള വേറെ, അങ്ങനെ വെച്ചിരിക്കുന്നത്. ദേ കറി വെക്കാൻ തുടങ്ങിയിരിക്കുന്നു ഗൈസ്. നമ്മളിതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയ ഉള്ളി, ഉലുവ, കടുക്, കരിയാപ്പില ഇത്രയും ഇട്ട് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച് വരണം കേട്ടോ. നല്ല പേസ്റ്റ് രൂപമാണ്. പേസ്റ്റ് ആണെങ്കിൽ മാത്രമേ കറിക്കൊരു കുറുവൽ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കറി വെള്ളം പോലെ ഇരിക്കും. എൻ്റെ ഒരു തിയറിയാണിത്. ഞാനിങ്ങനെയാണ് വെക്കുന്നത്. അത് കഴിഞ്ഞൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ തക്കാളി, പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഇത് രണ്ടും നന്നായിട്ട് വാടണം കേട്ടോ. നമ്മൾ മാക്സിമം തീ കുറച്ചിട്ട് വേണം നമ്മൾ കറി വെക്കാൻ, എങ്കിൽ മാത്രമേ കറി ടേസ്റ്റ് കൂടത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. എന്തായാലും നല്ല വാടി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിയിടാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി എല്ലാം നന്നായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. എനിക്കൊരളവൊന്നും പറയാൻ അറിയില്ല. എൻ്റെ ഒരു കൈയുടെ അളവാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇട്ട് സെറ്റാക്കി. മുളക് പൊടി നല്ല കളറുണ്ടെങ്കിലും എരിവ് കുറവാണ്, കാശ്മീരി ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടുതൽ ചേർക്കും. കുരുമുളക് പൊടി എൻ്റെ ഒരു ഹൈലൈറ്റാണ്. അങ്ങനെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് കറി ഒരുവിധം സെറ്റായി വന്നു. നല്ല തീ കുറച്ചിട്ട് വേണം നമ്മൾ പൊടി എപ്പോഴും മൂപ്പിക്കാൻ കേട്ടോ. അതല്ലെങ്കിൽ കറിക്ക് വേറൊരു ടേസ്റ്റ് വരും. അങ്ങനെ ഒരുവിധം പൊടിയൊക്കെ മൂത്ത് നമ്മൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണയൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ ദേ അടിപൊളിയായിട്ട് നല്ല മൂത്ത് നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ കുടംപുളിയാണ് ചേർക്കുന്നത്. കുടംപുളി ഞാൻ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അങ്ങനെ ചേർത്ത് എന്നിട്ട് തിളച്ച വെള്ളം ഒഴിക്കണം. ഞാൻ തിളച്ച വെള്ളം ഒഴിക്കുന്ന കറിക്ക്. ഞാൻ പച്ചവെള്ളം അങ്ങനെ ചേർക്കാറില്ല. തിളച്ച വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് വെച്ചതിന് ശേഷം ആ ചൂടോടുകൂടി നമ്മൾ കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം, മസാലയ്ക്കകത്തോട്ട്. അങ്ങനെ ഒഴിച്ച് കറിയൊക്കെ നന്നായിട്ട് ആ കട്ടയൊക്കെ പൊടിച്ച് നമ്മൾ ആ മുളക് പൊടി മല്ലിപ്പൊടി കറി നന്നായിട്ട് തിളയ്ക്കുമ്പോൾ കുറച്ച് വാരി വിതറി ഗൈസ്. കുറച്ച് കരിയാപ്പില മീൻ നമ്മൾ 8 കിലോ നെമ്മീനിൽ കുറച്ച് ഒരു 10-20 പീസ് മാത്രമേ നമ്മൾ ഫ്രൈക്ക് വേണ്ടി മാറ്റിയിട്ടുള്ളൂ. ബാക്കി ഫുള്ള് നമ്മൾ കറിക്കകത്ത് ചേർത്തു കേട്ടോ. തലയും ചേർത്തു, മറ്റേ ആ പീസുകളും ചേർത്തു. അങ്ങനെ തിളച്ച് വന്നപ്പോൾ മീനെല്ലാം ഇട്ട് നല്ല കറി അടിപൊളിയായിട്ട് സെറ്റ് ആവട്ടെ. ഇനി നമുക്ക് അത് അടുപ്പിലോട്ട് മാറ്റി, ഗ്യാസിലാണ് കേട്ടോ ഒന്ന് സെറ്റ് ചെയ്ത് അടുപ്പിലോട്ട് മാറ്റി കറി എല്ലാം റെഡി ആയി കിടക്കുന്നു ഗൈസ്. നല്ല പൊളിയായിട്ട് എല്ലാം നല്ല വെന്ത് മീനൊക്കെ പൊടിയാതെ കിട്ടിയിട്ടുണ്ട്. നല്ല കളറും